പെരുമ്പടപ്പ് വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അർച്ചനയെ മാർവാടിക്ക് കൊടുക്കുമെന്ന് കാർത്തിയായനോട് പറയുന്ന ചെവള രാഘവൻ. അയാൾക്ക് കൊതിയായി കാണും. അയാൾക്കൊരു ഫാം ഹൗസ് ഉണ്ട്, അതിനകത്ത് 7-8 പെണ്ണുങ്ങളാ. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് രേവതിയുടെ ഫോണിൽ നിന്ന് സുധിയെ വിളിക്കാനുള്ള അമ്പിളിയുടെ ശ്രമം പൊളിയുന്നു. നിനക്കെന്തിനാടി ഫോൺ? പറയടേ. എന്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ എടുത്തതാ. അർച്ചനയെ മറ്റാർക്കും കൊടുക്കരുതെന്ന് ചെവളയോട് അപേക്ഷിക്കുന്ന രാജപ്പൻ. രാത്രി മഴ തുടരുന്നു. നീ 1-2 കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അവളെ മറ്റാർക്കും കാഴ്ചവെക്കരുത്. പാവം പിടിച്ച പെണ്ണാ അത്. നല്ലൊരു മനസ്സവൾക്കുണ്ട്. ഞാനത് കാണാതെ പോയിട്ടൊന്നുമില്ല. എൻ്റെ മക്കളുടെ ഭാവി ഓർത്താ അവൾ ഈ മലയിലോട്ട് വന്നത്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും അതിന് തയ്യാറാവില്ല. സ്വന്തം കാര്യം നോക്കി പോകത്തേ ഉള്ളൂ. കാശ് വാങ്ങിയ രായപ്പൻ ചേട്ടൻ അവളെ എനിക്ക് തരുന്നത്. അറവിന് കൊടുക്കുന്ന മൃഗത്തിന്റെ ആയുസിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് എവിടുത്തെ ന്യായമാ? നീ അവളെ കൂടെ പൊറപ്പിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് വേണ്ട. അവളെപ്പോലൊരു പെങ്കൊച്ചിനെ ഞാൻ കൊണ്ടുപോയി വിറ്റ് കളയോ? അത്ര മണ്ടനാണോ ഞാൻ? രായപ്പൻ ചേട്ടൻ വിഷമിക്കണ്ട, എൻ്റെ കൂടെ തന്നെ ഞാൻ അവളെ പൊറപ്പിക്കും. വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. എന്നെ വല്ലാതെ മോഹിപ്പിച്ച പെണ്ണാവള്. എനിക്കിത് കേട്ടാ മതി. പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി 25 പവനിട്ട് ആ കല്യാണം നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 1 പവൻ വാങ്ങാനുള്ള കാശ് പോലും ഇല്ലെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ രായപ്പൻ ചേട്ടൻ പറയുന്നത്? 25 പവനും കൂടി ഞാൻ കൊണ്ടുവരണോ? അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ കുറച്ച് മുക്ക് കൊണ്ടിടും. സ്വർണമെന്ന് എല്ലാവരും കരുതിക്കോളൂ. നീ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാ. അതൊക്കെ രായപ്പൻ ചേട്ടൻ്റെ ഇഷ്ടം. ഞാൻ പെണ്ണിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ സന്തോഷത്തിന് കുറച്ച് കാശ് ഞാൻ തരികയും ചെയ്യും. രാഘവന് വാക്കും പ്രവൃത്തി ഒന്നേ ഉള്ളൂ എന്നറിയാലോ. എന്നാ ബുധനാഴ്ച രാവിലെ നിങ്ങൾ പോരെ? എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ശരി, രായപ്പൻ ചേട്ടൻ ചെല്ലും. ഞാൻ പൊട്ടടി കാർത്തിയാനി, പാചകക്കാരന്റെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങണം. 200 പേർക്കുള്ള സദ്യ ഒരുക്കുന്നത്. ചേട്ടൻ സമയം കളയണ്ട, ചെന്നാട്ടെ. പെണ്ണിന്റെ കാര്യത്തിലെ അയാൾക്കൊരു സഹതാപമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടല്ലേടി ഞാൻ പ്ലേറ്റ് മാറ്റിയത്. ചെവള രാഘവൻ ആരാണെന്ന് അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മോളെ, മണി 3 കഴിഞ്ഞില്ലേ? നീ വന്ന് ചോറ് കഴിക്ക. ഞാൻ വരാം കുഞ്ഞമ്മേ. ഇനി എപ്പോഴാ? അത്താഴത്തിനോ? നിനക്കെന്താ വിശപ്പില്ലേ? എനിക്കിപ്പോ വിശപ്പുണ്ട് കുഞ്ഞമ്മേ. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഞാനിവിടെ ഉള്ളൂ. നിങ്ങളെ പിരിഞ്ഞു പോകുന്നതിന്റെ സങ്കടമുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അത് എപ്പോഴായാലും വേണ്ടതല്ലേ. ഒരു വീട്ടിൽ ജനിച്ചു വളർന്നെങ്കിലും അവർ ജീവിക്കേണ്ടത് മറ്റൊരു വീട്ടിലാ. ദൂരത്തേക്ക് നിന്നെ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കെട്ടിച്ചു വിട്ട് ഭാരമൊഴിക്കാന്ന് മോള് കരുതല്ലേ. വലിയ പ്രതീക്ഷയോടെ ചിറ്റപ്പനി കല്യാണം നടത്തുന്നത്. 25 പവന്റെ പൊന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്ന കാര്യമാണോ? ഈ നാട്ടുകാരെ മുഴുവനും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ചിറ്റപ്പനെ സംബന്ധിച്ച് ഈ കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ മംഗളകർമ്മ. എനിക്കതറിയില്ല കുഞ്ഞമ്മേ. നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് ദൂരം ചില്ലറയൊന്നും അല്ലെന്ന് എനിക്കറിയാം. എത്രയോ പേര് ഒരുപാട് ദൂരെ താമസിക്കുന്നുണ്ട്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഒത്തുകൂടാനേ കഴിയൂ. ഈ നാട്ടിൽ നിന്നൊരു ബന്ധം കിട്ടുന്നത് എളുപ്പമുള്ള കാര്യമല്ല. രേവതിക്ക് വരാൻ പോകുന്നതും ഇങ്ങനെയൊരു ബന്ധം തന്നെയാകും. അമ്പിളിയെ അടുത്ത വർഷം ഏതെങ്കിലും നല്ല കോളേജിൽ ചേർക്കണം. കുഞ്ഞമ്മ സമ്മതിച്ച അവളുടെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റോളാം. അവളുടെ മാത്രമല്ല, രേവതിയുടെ കല്യാണത്തിനും നിന്റെയും രാഘവന്റെയും സഹായം വേണം മോളെ. നീ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചപ്പോൾ എനിക്കും ആശ്വാസം തോന്നുന്നുണ്ട്. മോള് വാ, കുഞ്ഞമ്മ ചോറെടുത്ത് വെച്ചിരിക്കുക. വാ.
ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ലേ? വാരി തിന്നു മോളെ. ദാ കഴിക്കും. വാരി തിന്നുന്നേ. ഇങ്ങനെ നിന്ന് പറയാതെ അടുത്തിരുന്ന് ഉരുട്ടി കൊടുക്ക്. ചെല്ല കുട്ടിയല്ലേ. നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച? ഇങ്ങോട്ട് വരാൻ എന്നെ ആരും വിളിക്കണ്ട. നീ ഇതൊന്നും കാര്യാക്കണ്ട മോളെ, കഴിച്ചിട്ട് പോ. ഒരു മോള് ഇവളെ തലയിലെടുത്ത് വെച്ച് പുന്നാരിക്കാൻ അമ്മയ്ക്ക് നാണോ ഇല്ലേ? രേവതി, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. എന്റെ വായ മൂടിക്കെട്ടാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല. കണ്ടതിനെ കേട്ടതിന് ഞാൻ മറുപടി പറയും. മുറ്റത്ത് നിന്ന് കുശൂശിക്കുന്നതേ ഞാൻ കണ്ടതാ. ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് അമ്മയും അമ്പിളിയുവാ. ഒരു നേരം കഴിച്ചില്ലെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ചെന്നിരിക്കുന്നു. ഇങ്ങനെ തലയിലെടുത്ത് വയ്ക്കാൻ മാത്രം ഇവൾ ആരാ? എടി നിർത്താൻ. അപമാനമല്ലാതെ ഇവള് കാരണം ഈ കുടുംബത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. മോളെ, ഓ, മോളെ കഴിച്ചിട്ട് പോ മോളെ. മോളെ, ഒരു മോള് 3-4 ദിവസവും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ശല്യം ഒഴിഞ്ഞു കിട്ടിയേനെ. എടി മഹാഭാബി, ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് അവൾ എണീറ്റ് പോയേ. ഒരു നേരം കഴിക്കാതിരുന്നോണ്ട് ചത്തു ഒത്തൊന്നുമില്ല. ഇനി ചത്താലും ഇവിടെ ആർക്കൊരു ചുക്കുമില്ല. ആ കൊള്ളാം. നീ ഇവിടെ വന്നിരിക്കുക. അളിയ, ഇന്നത്തെ നാളത്തെ ദിവസം നിനക്കുള്ളതാ. കുറച്ചു മുമ്പ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. മണി 3 നീ താഴേക്ക് വന്ന് നോക്ക്. അങ്കിളുടെ ആന്റിയുടെ ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവരെയൊക്കെ ക്ഷണിച്ചത് കല്യാണത്തിനല്ലേ? എന്നാ പിന്നെ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ അടിയിൽ തലേ ദിവസം ആരും വലിഞ്ഞു കയറി വരാൻ പാടില്ലെന്ന് അടിച്ചു വയ്ക്കാത്ത എന്താ? അത് വേണ്ടിയിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. നീ ഷർട്ടൊന്ന് മാറ്റിയിട്ട് ഇറങ്ങി വാ സുധി. ഷർട്ട് മാറ്റാനും മേക്കപ്പ് ഇടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ തലയെങ്കിലും ഒന്ന് ചീകി വെക്ക്. ദേ, നിന്നെ കാണാതെ വന്ന ആന്റി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. വാ. എന്നെ കൊണ്ട് ചെയ്യിക്കുന്നോ നീ ചെയ്യുന്നോ? വേഷം കെട്ടിപ്പോയില്ലേ, ഇനി ആടാതെ രക്ഷയില്ലെന്ന് എനിക്കറിയാം. സുധി എന്നെ തേടി വന്നില്ലെങ്കിലും സുധിയെ തേടി ഞാൻ വരില്ല. എന്താടാ? അവള് പറഞ്ഞ വാക്കുകളാ. ദേ, നീ ഇതൊന്നിട്ടെ. ഒരു രക്ഷയില്ല ചേച്ചി. അമ്മ ഫോൺ എവിടെ വെച്ചതെന്ന് ഒരു പിടിയില്ല. എന്താ ചേച്ചി? കുഞ്ഞമ്മയുടെ രേവതിയുടെ മുമ്പിൽ വെച്ച് ഛർദ്ദിച്ചു പോകുന്ന ഞാൻ കരുതിയത്. രേവതിയാ ആ സമയത്ത് എന്നെ രക്ഷിച്ചത്. ഇനി ഇതിപ്പോ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല. സുധി സാറ് വരുമ്പോ എല്ലാരും എല്ലാം അറിയില്ലേ? നീ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം മുടങ്ങും, അതല്ലേ? അതെ, അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. കല്യാണം മുടങ്ങിയ പിന്നെ എന്താ സംഭവിക്കുക എന്ന് കൂടി ചിന്തിക്കണം. സുധി എത്തുന്നതിന് മുൻപേ ചിറ്റപ്പൻ എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റും. സുധി എന്നെ സ്നേഹിച്ചതിനാ സുധിയുടെ അച്ഛൻ നമ്മളെ നാട് കടത്തിയത്. മകന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് കൂടി അറിഞ്ഞാലോ വെച്ചു പൊറുപ്പിക്കുമോ നമ്മളെ? ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോയി ചിറ്റപ്പൻ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും മോളെ. അച്ചേച്ചി, അതെ മോളെ, എനിക്കത് നല്ല നിശ്ചയമുണ്ട്. ഇത്രയും നാളും ജീവിക്കണമെന്ന മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എന്റെ ജീവിതം അങ്ങനല്ല. ഈ വയറ്റില് എന്റെ കുഞ്ഞു കൂടിയുണ്ട്. അച്ചേച്ചി, സുധി എന്റെ മുന്നിൽ വരണം. അല്ലാതെ എനിക്കും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുവരെ ഈ സത്യം നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ തന്നെ ഇരിക്കണം. ചേച്ചി ഒന്ന് കിടക്ക്. ഈ
ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണമെന്നാ. ഇനി അടുക്കള കൂടെ ഒന്ന് നോക്കണം. മിക്കവാറും ഫോൺ അമ്മ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അച്ചുവെച്ച് നോക്കിക്കോ. ഇന്ന് രാത്രി വിവരം സുധി സാർ അറിഞ്ഞിരിക്കും. അതെങ്ങനെയാ മോളെ? അതിനൊരു വഴിയുണ്ട് അച്ചുവെച്ചി. ഞാനല്ലേ പറയുന്നത്. വരൂ. ജയന്തിയുടെ മരുമകള് ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളല്ലേ? അതെ. ഞാനിവിടെ വന്നിട്ട് അറിയുന്നത്. ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയതുമില്ല. അയ്യോ, പെട്ടെന്നാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. ഫോൺ വിളിച്ചപ്പോ ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ. അതിൽ കുഴപ്പമില്ല ജയന്തി. തിരക്കിലും ജയന്തിയെ മറക്കാത്തതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ. ആ മേനോൻ സാർ എവിടെ? വിശ്വനാഥ് സാറിനെ നോക്കി പോയിട്ടുണ്ട്. ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളാ കുട്ടിന്ന് കേട്ടപ്പോ വലിയ സന്തോഷമായി. വരൂ. നാളെ സാറും മേഡം ഉണ്ടാവൂല്ലോ അല്ലേ? അതെന്ത് ചോദ്യമാ? നാളെ സൺഡേ അല്ലേ? ഞങ്ങൾ എന്തായാലും കാണും. ഫോൺ നെറ്റ്വർക്ക് ഇല്ലാത്ത അങ്ങോട്ടും സംസാരിക്കും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു മേഡം. ശരി, ഓക്കെ സുധീഷ്, നാളെ ഓൾ ദി ബെസ്റ്റ്. ശരി എന്നാ. അച്ചുവേച്ചി, അച്ഛൻ കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുക. ആരൊക്കെയാ? അച്ഛൻ്റെ ഇവിടുത്തെ ടീം തന്നെ. ആശാനും ആ വാച്ചറും ഗൂഗിളും. ഇന്ന് അച്ഛൻ റോസ്മലയിൽ നിന്ന് പുറത്തു പോയിട്ടേ ഇല്ല. ഇടയ്ക്ക് കടയിലൊന്ന് പോയിട്ട് വേഗം തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്ന കല്യാണം കഴിയുന്നവരെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ അച്ഛൻ്റെ തീരുമാനം എന്നാ. പഠിക്കാൻ പോവാൻ നിന്നെ വിലക്കാതിരുന്നാ മതിയായിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയാ അച്ഛൻ അത് വിലക്കും. പിന്നെ നാളെ അച്ചുവേച്ചി മുറി തന്നെ ഇരുന്നേക്കരുത്. കല്യാണത്തിന് അച്ചുവേച്ചിക്ക് എതിർപ്പൊന്നും ഇല്ലെന്ന മട്ടി വേണം പെരുമാറാൻ. രേവതി ചേച്ചി നമ്മൾ സൂക്ഷിക്കണം. വാദിക്ക് വന്ന് കാത് ഉറപ്പിച്ച് നിൽക്കും. സുധി സാർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് വേണം എല്ലാരും ഒന്ന് ഞെട്ടാൻ. ഇന്ന് രാത്രി സുധി അറിയിക്കാൻ പറ്റുമെന്ന് മോള് പറഞ്ഞല്ലോ. പക്ഷെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പുറത്ത് ആഘോഷം കേൾക്കുന്നില്ലേ? അച്ഛനിപ്പ കിടപ്പ് ഹാളിലാ. കള്ളും കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഫോൺ തലക്കിൽ വെച്ച അച്ഛൻ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ ചെന്ന് അതെടുക്കും. ചേച്ചി പേടിക്കൊന്നും വേണ്ട. രേവതി ചേച്ചിയുടെ ഫോൺ എടുക്കാൻ പോയാലൊന്നും ആവില്ല. അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണരില്ല. അന്ന് ചേച്ചി ഇറങ്ങിപ്പോയിട്ട് അച്ഛൻ അറിഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു സദ്യ ഉണ്ടാകാൻ പോവുക. 3 തരം പ്രഥമം കൂട്ടി ഈ റോസ്മലയിൽ അടുത്ത കാലത്തെങ്ങും ഒരു സദ്യ ഉണ്ടായിട്ടേ ഇല്ല. സദ്യ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ മത്തായി? പാചക ശിരോമണി മനോഹരനല്ലയോ ദേഹണക്കാരൻ. മനോഹരനെ ചാർജ് ഇത്തിരി കൂടുതലാ. ഈടോ 1000 രൂപ അധികം കൊടുത്താൽ എന്താ? നാവിൽ വെച്ച് വല്ലതും കഴിക്കാലോ. അത് വേണം ആശാനെ. രാജപ്പൻ നടത്തിയ സത്യം മോശമായി പോയെന്ന് ഇവിടെ ഒരുത്തനും പറയാൻ പാടില്ല. ആരും പറയത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം. ലിസ്റ്റൊക്കെ കുറിച്ച് വാങ്ങിയോ? എല്ലാം രായപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്. രായപ്പ ഈ നാട്ടിലോട്ട് വന്ന ശേഷമാണ് ഒരു ഉണർവുണ്ടായത്. പിന്നെ രായപ്പ പണ്ട് ഇവിടെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു. കൊല്ലം ഭാസ്കരൻ എന്നാ പേര്. ഏതാണ്ട് രായപ്പനെ പോലിരിക്കും. ബുള്ളറ്റിലൊരു വരവുണ്ട്. ആളൊരു ഗുണ്ടയാണെങ്കിലും ഇവിടെ ആർക്കും ഉപദ്രവമൊന്നുമില്ലായിരുന്നു. ആളിപ്പോ എവിടെയുണ്ട്? പുറത്തുനിന്നൊരു കൂട്ടർ വന്ന് ഭാസ്കരനിട്ട് ഒരു രാത്രി പണിഞ്ഞിട്ട് പോയി. കുറെ കാലം അയാൾ എന്റെ ചികിത്സയിലായിരുന്നു. ഞാൻ രക്ഷപ്പെടുത്തിയനെ. അതിനു മുമ്പ് ആളിനെ കാണാതായി. അതിനുശേഷം റോസ്മലയിൽ എന്തിനും പോകുന്ന ഒരു ആണൊരുത്തനെ കാണുന്നത് രായപ്പൻ വരുമ്പോഴാ. രാജപ്പൻ എവിടെയായാലും ആണൊരുത്തനായിട്ട് തന്നെ ജീവിക്കും. രായപ്പൻ കുറച്ചേ കഴിച്ചുള്ളൂ. താൻ ഞങ്ങളെ കഴിപ്പിക്കുക. ഞാൻ കുറച്ചതാ ആശാനെ. ഈ കെട്ടൊന്ന് കഴിയട്ടെ. നിങ്ങൾ കഴിക്കുക. ഇതൊന്ന് നിർത്തിക്കൂടി അച്ഛ. അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ വീട്ടുമുറ്റത്തിരുന്ന് കള്ളു കുടിക്കരുതെന്ന്. അത് പറയാൻ നീ ആരാടി? ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. ചോദിക്കാൻ ഒരുത്തികളും വന്നേക്കരുത്. വിട്ടേക്ക് രായപ്പ.
ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. ആശാൻ അവിടെ ഇരിക്കുക. അങ്ങനെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവനല്ല രാജപ്പൻ. ഇവരൊക്കെ ആരെന്ന് അറിയാമോടി നിനക്ക്? രാജപ്പന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂട്ടു നിൽക്കുന്നവരാ. അച്ഛൻ അങ്ങനെ പലതും പറയും. നിങ്ങൾ പോയെ, മണി 11 ഞങ്ങൾ കിടന്ന് ഉറങ്ങണം. വേണ്ട, ഇങ്ങോട്ട് വാ, നടക്ക്. ഓട്ടരായപ്പ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അവള് പറഞ്ഞത് ശരിയല്ലയോ? നേരെന്താ ഒരുപാടായി. എന്ത് ശരി? എന്റെ കുടുംബത്തിലെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഞാനാ. ഞങ്ങൾ ഇറങ്ങുക. നാളെ കാണണ്ടായപ്പ. നിങ്ങളിരിക്കെ, ഇത് രാജപ്പന്റെ വീടാ. നിങ്ങളെ വിളിച്ചത് ഞാനാ. രായപ്പൻ ചെന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല മഞ്ഞുണ്ട്. ചെല്ലി രായപ്പ, വാ നമുക്ക് വാ. എടോ, ഞങ്ങൾ ഇറങ്ങുക. കാണാം. എന്നെ നാണം കെടുത്തില്ലേടി നിന്റെ മോള്? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തതാ എന്റെ തെറ്റ്. സഖി കേട്ടിട്ട് അവളത് പറഞ്ഞത്. 3 പെമ്പിള്ളേരുള്ള വീടല്ലേ ഇത്. വിളിക്കുന്ന ആൾ ഓർത്തില്ലെങ്കിലും വരുന്നവരും ഓർക്കണ്ടേ? ഈ നാട്ടിലോട്ട് വന്നത് ഇവിടെ ജീവിക്കാനല്ല. രാജപ്പൻ ഇവിടെ ഒരു നാടകം കളിക്കുക. കളി കാണാനും കുറെ പേര് വേണോടി. അത് നിനക്കും മനസ്സിലാവില്ല, നിന്റെ മക്കൾക്കും മനസ്സിലാവില്ല. ഇറങ്ങട്ടെ സുധി, നാളെ നേരത്തെ എത്തണം. ശരി. ഗസ്റ്റായിട്ട് വരാൻ ഇനി ആരുമില്ല. വശം കിട്ടടാ, കൈ കൊടുത്ത് ഷോൾഡർ വേദനിക്കുന്നു. ക്ഷീണം മാറ്റാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താടാ? നീ വാ, ഇനി ആരും അന്വേഷിച്ച് വരില്ല. അല്ല, അച്ഛനും നടരാജൻ മാമനും ഒക്കെ എവിടെ? രണ്ടുപേരും ഇപ്പൊ നല്ല ഫോമില. അവിടെ അങ്കിളുടെ ചില കൂട്ടുകാരുണ്ട്. നീ വാ, ഞാൻ ബിയർ കൊണ്ട് വെച്ചിട്ടുണ്ട്. നീ അതെങ്ങനെ സംഘടിപ്പിച്ചു? ഇതൊക്കെ അല്ലേ അളിയാ കല്യാണം എന്ന് പറയുന്നത്. തണുപ്പ് പോകുന്നതിന് മുമ്പ് നീ വാ. എങ്ങനെ ഉണ്ടളിയാ എന്റെ പ്ലാനിങ്? ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്നോടൊരു താങ്ക്സ് പറയാം. ഒന്ന് പോടാ. പിന്നെ അല്പം കഴിഞ്ഞ് ഞാനങ്ങ് പോകും. രാവിലെ എത്തിക്കോളാം. അച്ഛനും അമ്മ ഇവിടെ കാണും. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് അളിയാ. അതെന്താടാ? നാളെ മുതൽ ഈ ശീലം അങ്ങ് നിൽക്കാൻ പോവുക. ഒരു പെണ്ണിനെ ചൊല്ലിയ നീ ഈ ശീലം തുടങ്ങി വെച്ച നാളെ മറ്റൊരു പെണ്ണ് അളിയന്റെ ഈ ശീലം സ്റ്റോപ്പും ചെയ്യും. പിന്നെ ഒളിച്ചും പതുങ്ങിയും നമുക്ക് ഇനി അങ്ങ് കൂടാ അളിയാ. എല്ലാരും ഉറങ്ങിയെന്നാ തോന്നുന്നു. മണി 11 കഴിഞ്ഞു. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം.
ഇനി ആര് വന്നാലും ഒന്നും പേടിക്കാനില്ല. ചേച്ചി വിളിക്കും. സുധി സാർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വിളിക്ക് വേണ്ടിയല്ലേ സുധി സാർ കാത്തിരിക്കുന്നത്. വിളിക്ക ചേച്ചി.